ഈ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലുള്ള രണ്ട് മുസ്ലിം ടിക്ടോക്ക് നേഴ്സുമാർ ആവേശത്തിന്റെ പുറത്ത് അവർ പറഞ്ഞു പോയതായിട്ടുള്ള ഒരു വാക്ക്, ആ ഒരു വാക്ക് നിമിത്തം ഇപ്പോൾ അവിടെയുള്ള മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിയും കടന്നു പോകുന്നത് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ്. RRR വിഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ഒരു വാർത്ത കാണുമ്പോൾ സത്യത്തിൽ അതിന്റെ ഗൗരവം എത്ര വലുതാണെന്ന് ചിന്തിപ്പാനായിട്ടിടയായി. നമുക്കറിയാം, ലോകത്തിൽ എവിടെയായാലും മതം എന്ന് പറയുന്നത് ഒരു വലിയ വികാരം തന്നെയാണ്. അത് ഏത് രാജ്യത്തായാലും. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇസ്രയേൽ പാലസ്തീനും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയൊരു ചർച്ചാ വിഷയമാണ്. അതിൽ വിവിധ മതത്തിലുള്ള ആളുകൾ, അതായത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒക്കെ നമ്മൾ ധാരാളം മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആര് ശരി ആര് തെറ്റ് എന്നതല്ല നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ അത് എവിടെയായാലും, നമ്മൾ ഏത് രാജ്യത്തായാലും, നമ്മൾ ഒരു ആവേശത്തിൽ പറഞ്ഞു പോകുന്ന ഓരോ വാക്കുകളും നമ്മളുടെ കുടുംബത്തെ, അതോടൊപ്പം തന്നെ നമ്മളായിരിക്കുന്ന നമ്മളുടെ ആ ഒരു മുഴുവനും കമ്മ്യൂണിറ്റിയെ, എന്തിനു പറയണം, മുഴുവനും ആ ഒരു രാജ്യത്തെ തന്നെ ഒരു വലിയ നാണംകേടിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ അത് തള്ളിവിടാം എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ്. ഞങ്ങൾ പാർക്കുന്ന കാനഡ എന്ന രാജ്യത്തില് ലക്ഷക്കണക്കിന് പഞ്ചാബികളായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്ത് കടന്നു വന്ന് ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളിലും നമ്മളുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അല്ലേ ഡേ ബൈ ഡേ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പോൾ കാനഡയിൽ എന്തെല്ലാം നിയമ മാറ്റങ്ങളാണ് നമ്മുടെ, അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഫേസ് ചെയ്തത് എന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠം തന്നെയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു ഇസ്രായേലിയൻ ടിക്ടോക്കുകാരൻ, അവിടെയുള്ള ഓസ്ട്രേലിയയിലുള്ള രണ്ട്, അതായത് നേഴ്സുമാര്, അവരും അത് ടിക്ടോക്ക് വീഡിയോയിൽ ഒരാൾ മെയിൽ നേഴ്സ്, ഒരാൾ ഫീമെയിൽ നേഴ്സ്. അതായത് മെയിൽ നേഴ്സ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ഡോക്ടറാണെന്നും പറഞ്ഞാണ്. പക്ഷെ അദ്ദേഹം ഡോക്ടറല്ല, അതായത് ഒഫീഷ്യലായിട്ട് അതായത് വന്നിരിക്കുന്നത് അദ്ദേഹവും ഒരു നേഴ്സാണെന്നാണ്. അപ്പം ഈ ഒരു ഇസ്രായേലിയൻ ടിക്ടോക്കുകാരന് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ അടുക്കൽ വരുന്ന, അതായത് ജൂയിഷ് പേഷ്യൻസിനെ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈ ഫീമെയിൽ നേഴ്സ് അതായത് ഇപ്പോൾ തന്നെ ഉത്തരം കൊടുക്കുകയാണ്, തീർച്ചയായിട്ടും ഞാൻ അവരെ കൊന്നിരിക്കും. അപ്പോൾ മെയിൽ നേഴ്സ് ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മറുപടി പറയുകയാണ്, നിങ്ങൾ എന്താണ് അതായത് വിചാരിച്ചിരിക്കുന്നത്? നാളുകളായിട്ട് ഇവിടെ ഞങ്ങളുടെ അടുക്കൽ വരുന്ന ജൂയിഷ് പേഷ്യൻസിനെ, രോഗികളെ അവര് പോലും അറിയാതെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇനിയും കൊല്ലും എന്നുള്ള ആ ഒരു ഭാഷയിൽ, പിന്നെ അതായത് അറബിയിലൊക്കെ അത് എന്തൊക്കെയോ അദ്ദേഹം സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഈ ഒരു നേഴ്സുമാരുടെ ഈ ഒരു വാക്ക് ആ രാജ്യത്തുള്ള ഓരോ പൗരന്മാരെയും, ഓരോ വ്യക്തികളെയും വളരെയധികം ഭയപ്പെടുത്തിയിരിക്കുന്നു. അവിടെയുള്ള, അതായത് ആളുകൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് നിമിത്തം ഈ കഴിഞ്ഞ ദിവസം അവിടെയുള്ള നേഴ്സസ് അസോസിയേഷൻ എല്ലാം ഇപ്പോൾ സ്ട്രീറ്റിൽ ഇറങ്ങി വലിയൊരു സമരം ചെയ്യുകയാണ്. അതായത് എന്ത് വിശ്വസിച്ചാണ് ഇനിയിപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അതായത് ചികിത്സിക്കാനായിട്ട് കടന്നു വരുന്നത്? അതുകൊണ്ട് അതായത് മുസ്ലിം ഡോക്ടേഴ്സും നേഴ്സസും ഉള്ള അതായത് ആശുപത്രികൾ അവർ ശരിക്കും പറഞ്ഞ് ഇഗ്നോർ ചെയ്ത്, അതായത് അങ്ങനെയുള്ള ആളുകളുടെ അടുക്കിലേക്ക് പോകാൻ തന്നെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് സത്യം. പാർലമെന്റിൽ അതായത് എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുകയാണ്. തുടർന്നുള്ള അതായത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. ഓൾറെഡി അതായത് റിപ്പോർട്ടർമാർ, പല TV ചാനലുകൾ അവരുടെ വീട്ടിൽ ചെല്ലുകയും അതായത് കുടുംബക്കാരെ കണ്ടു, അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള അവരുടെ ഫാമിലീസ് ഒക്കെ ക്ഷമ പറഞ്ഞു. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അഫ്ഗാനിസ്ഥാനാണ്. അതായത് റെഫ്യൂജികളായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിലേക്ക് അവർ റെഫ്യൂജികളായി വന്നു. ഈ കുട്ടികൾ അവിടെ ജനിച്ചു വളർന്ന ഓസ്ട്രേലിയൻ പൗരത്വമുള്ളവരാണ്. അപ്പോൾ ആ പൗരത്വം വരെ ക്യാൻസൽ ചെയ്ത് അവരെ നാട്ടിലേക്ക് വിടാനുള്ള നിയമങ്ങളിലേക്ക് പോകുമോ എന്നും നമുക്ക് അറിയത്തില്ല. ഓസ്ട്രേലിയയിലെ പ്രമുഖ മാധ്യമങ്ങളിൽ വന്നതായിട്ടുള്ള ആ ഒരു വീഡിയോയുടെ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു പോയിട്ട് വരാം.
with one of their family members later involved in a heated clash with a journalist from The Australian. Mate, listen to me, brother, all right, okay, I need... A cowardly attempt to cover a face which has now been seen worldwide. Can I just ask you about your comments? No comments, please. Are you anti-Semitic? Did you kill patients at Bankstown? Why did you make those threats? Ahmad Nadir wasn't so camera shy last night during this random online interaction with an Israeli influencer. How are you, man? Good, how are you, my man? Pretty good. Are you a nurse, a doctor? I'm a doctor, my man. He isn't. He's a nurse at Bankstown Hospital and full of hate. But I'm so upset that you're Israeli. Like, eventually you're gonna get killed and you're gonna go to Jahannam, inshallah. Jahannam, Arabic for hell. Why do you think I'm gonna get killed? It's Palestine's country, not your country, you piece of... That woman, Ahmad's nursing colleague, Sarah Abu Lebda. How are you doctors? Wait. I want you to remember my face. Okay. So you can understand Gotcha. That you will I have die a question the most though. disgusting death. All right. The vile video filmed while the nurses were working. They should have been caring for patients. Instead, they were threatening them. Let's say an Israeli. God forbid. I won't treat them. I'll kill them. You'll kill them? So if an Israeli is in Australia and God forbid something happened to him and he comes to your hospital, I hope to God. would you kill him? You have no idea how many Israeli Khara dog came to this hospital and I sent him to Jahannam. I literally sent him to Jahannam. Within hours, their vitriol went viral. Their bosses sickened. They are vile, disgusting and deranged individuals. And clearly shocked. Never in my wildest dreams did I think that I would be standing here with two staff of the New South Wales health system having said such horrendous things. The pair swiftly sacked. These people will never work in New South Wales hospitals again. The nurses now claim it was just a miscommunication, a joke, one no one found funny, including Ahmad Nadir's sister and mother. I feel so bad and I'm really shaking. I'm really frustrated. I do apologise about his comment. I feel so bad. What do you think of the video? I'm not sure. I don't know. I don't know what explanation any of these individuals could possibly give. Outrage too from the nation's leader. It's driven by hate and it's disgusting. The comments are vile, the footage is sickening and it is shameful. And patients at the pair's former workplace. What do you make of the video? I reckon everyone should be treated. No doubt about that. Whether you're Jewish, Australian, Tasmanian, anything, Aboriginal, you're entitled to be looked after. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. നമ്മളിൽ ചില ആളുകൾ, ഒന്നോ രണ്ടോ ആളുകൾ ആവേശത്തിൽ പറഞ്ഞു പോകുന്ന, നമ്മൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ അത് പറഞ്ഞു പോകുന്ന ഓരോ കാര്യങ്ങളാണ്. അതായത് സമാധാനപരമായിട്ട് നമുക്കറിയാം ആ ഒരു കുടുംബം അവിടെ ഇത്രയും വർഷങ്ങൾ പാർത്തു വരുന്ന ആ ഒരു നെയ്ബർഹുഡ്, അവിടെയുള്ള ആളുകൾ ഇപ്പം ആ ഒരു കുടുംബത്തെ വെറുക്കാൻ തുടങ്ങി. ആ കൊച്ചിന്റെ മാതാപിതാക്കൾ, സ്വന്തക്കാരെല്ലാം ഇനി അതിൻ്റെ ഒരു വലിയ ഒരു പ്രതിസന്ധി ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ദിവസങ്ങൾ നേരിടാനായിട്ട് പോവുകയാണ്. അതായത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവരെ ജോലിയിൽ തന്നെ പറഞ്ഞു വിട്ട്, അതായത് മാത്രമല്ല മറ്റുള്ള ആ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ജോലിക്കാരെയും, അങ്ങനെയുള്ള നേഴ്സസ് ആയിട്ടുള്ള ആളുകളെ എല്ലാം ഉടനെ തന്നെ പറഞ്ഞു വിടാനുള്ള എല്ലാ സാധ്യതകളും അതായത് കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതായത് എവിടെയാണേലും നമ്മൾ സൂക്ഷിക്കുക. അതായത് നമ്മളെ മാത്രമല്ല ഒരു ഓൾ കമ്മ്യൂണിറ്റിയാണ് അതായത് ബാധിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. നയം സനോഡ് റെക്സി ജോയ്. ബൈ.